പ്രണയത്തിന്റെയും ആകർഷണത്തിന്റെയും ലോകത്ത് അത് തിരിച്ചറിയുന്നതിനു വേണ്ടി ചില അടയാളങ്ങൾ പ്രകടമാക്കുന്നു. പക്ഷേ മിക്കതും നിശബ്ദമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ തത്വചിന്തകനായ വാത്സ്യായനൻ തന്റെ കാലാതീതമായ കൃതിയായ കാമസൂത്രയിൽ ഈ സൂക്ഷ്മ അടയാളങ്ങളെക്കുറിച്ച് എഴുതി. ആധുനിക മനഃശാസ്ത്രം മനുഷ്യന്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുന്നു. ഈ വീഡിയോയിൽ പുരാതന ജ്ഞാനവും ഇന്നത്തെ ശാസ്ത്രവും സംയോജിപ്പിച്ച് ആകർഷണത്തിന്റെ 5 ശക്തമായ അടയാളങ്ങൾ വിവരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും മറഞ്ഞിരിക്കുന്ന ഭാഷ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ സ്നേഹം അല്ലെങ്കിൽ പ്രണയം, ആകർഷണം, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പുരാതന ജ്ഞാനവും ആധുനിക ജ്ഞാനവും സംയോജിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ശരീരഭാഷ, കണ്ണുകൾ, വികാരങ്ങൾ എന്നിവ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയെന്നറിയാൻ നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം വാത്സ്യായനൻ നിരീക്ഷിച്ചത് മാത്രമല്ല, ഈ അടയാളങ്ങൾ എന്തുകൊണ്ട് പ്രാവർത്തികമാകുന്നു എന്നതിനെക്കുറിച്ച് ആധുനിക ശാസ്ത്രം എന്താണ് പറയുന്നത് എന്നും വിവരിക്കുന്നു. വാത്സ്യായനന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയായ കാമസൂത്ര ശാരീരിക അല്ലെങ്കിൽ ലൈംഗിക അടുപ്പത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. വാസ്തവത്തിൽ ഇത് മാനുഷിക ബന്ധങ്ങൾ, വൈകാരിക ബന്ധം, മനുഷ്യാഭിലാഷങ്ങൾ അഥവാ പ്രണയം, സ്നേഹം എന്നിവയെക്കുറിച്ചുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. സാമൂഹിക ഒത്തുചേരലുകളിലും വിവാഹങ്ങളിലും സൗഹൃദങ്ങളിലും പുരുഷന്മാരെയും സ്ത്രീകളെയും വാത്സ്യായന നിരീക്ഷിച്ചു. ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നതിനു മുമ്പ് പരസ്പരം ആകർഷണം എങ്ങനെ നിശബ്ദമായി ആശയവിനിമയം നടത്തുന്നു എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. ഇതിനെ നമുക്ക് മനസ്സിന്റെ ഭാഷ എന്ന് വിളിക്കാം. ഒന്നാമത്തെ അടയാളം, സംസാരിക്കുന്ന കണ്ണുകൾ. നിങ്ങളോട് താൽപ്പര്യമുള്ള ഒരു സ്ത്രീ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്റെ കണ്ണുകൾ പതിവിലും അല്പം കൂടുതൽ നേരം നീണ്ടുനിൽക്കാൻ അനുവദിക്കുമെന്ന് വാത്സ്യായനൻ എഴുതി. അവൾ നിങ്ങളെ നോക്കുകയും പിന്നീട് ദൂരേക്ക് നോക്കുകയും വീണ്ടും നിങ്ങളെ തന്നെ നോക്കുകയും ചെയ്തേക്കാം. ആധുനിക മനഃശാസ്ത്രം ഇതിനെ മ്യൂച്വൽ ഗെയ്സ് അഥവാ പരസ്പര നോട്ടം എന്ന് വിളിക്കുന്നു. നേത്രസമ്പർക്കം ബോണ്ടിംഗ് ഹോർമോണായ ഓക്സിറ്റോസിൻ പുറത്തുവിടുകയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടുതന്നെ നേത്രസമ്പർക്കം വളരെ പ്രധാനമാണ്. 1970കളിൽ മനഃശാസ്ത്രജ്ഞൻ സിഗി റൂബിൻ നടത്തിയ ഒരു പഠനത്തിൽ പ്രണയത്തിലായ ദമ്പതികൾ സാധാരണ പരിചയക്കാരേക്കാൾ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ഉദാഹരണം, നിങ്ങളൊരു വിവാഹ ചടങ്ങിലാണെന്ന് സങ്കൽപ്പിക്കുക. മുറിക്ക് അപ്പുറത്തുള്ള ഒരു സ്ത്രീ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. ലജ്ജയോടെ അവൾ മുഖം തിരിക്കുന്നു, അഥവാ നോട്ടം നിങ്ങളിൽ നിന്ന് മാറ്റുന്നു. പിന്നീട് വീണ്ടും തിരിഞ്ഞു നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുന്നു. വാത്സ്യായനന്റെ അഭിപ്രായത്തിൽ അത് യാദൃച്ഛികമല്ല, ഇത് ബന്ധത്തിനുള്ള നിശബ്ദ ക്ഷണമാണ്. രണ്ടാമത്തെ അടയാളം, ആകർഷണത്തിനായുള്ള ക്രമീകരണങ്ങൾ. വാത്സ്യായനൻ ശ്രദ്ധിച്ച മറ്റൊരു അടയാളം നമ്മൾ പ്രീണിംഗ് ബിഹേവിയർ എന്ന് വിളിക്കുന്ന ഒന്നാണ്. സ്വയം കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിയുള്ള ചെറിയ അബോധാവസ്ഥയിലുള്ള പ്രവർത്തികൾ. എന്നുവെച്ചുകഴിഞ്ഞാൽ ബോധമില്ലാതെ എന്നല്ല, മനഃപൂർവ്വമല്ലാത്ത, അവൾ തന്നെ അറിയാത്ത ചില പ്രവർത്തികൾ അവളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു സ്ത്രീ തന്റെ മുടി ക്രമീകരിക്കുകയോ അവളുടെ മാലയിൽ തൊടുകയോ അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ കാണുന്ന സമയത്ത് അവളുടെ വസ്ത്രം മിനുസപ്പെടുത്തുകയോ ചെയ്തേക്കാം. ആധുനിക പെരുമാറ്റശാസ്ത്രം ഇത് സ്ഥിരീകരിക്കുന്നു. പരിണാമ മനഃശാസ്ത്രത്തിൽ അത്തരം പ്രവൃത്തികൾ കാഴ്ചയോടുള്ള ശ്രദ്ധയെ സൂചിപ്പിക്കുന്നു. പലപ്പോഴും ആകർഷണമുണ്ടാകുമ്പോൾ അബോധാവസ്ഥയിൽ ചെയ്യുന്നു. അബോധാവസ്ഥയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ബോധമില്ലാതെ എന്നല്ല, അവൾ പോലും അറിയാതെ അവളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തി, ബോധപൂർവമല്ലാത്തൊരു പ്രവൃത്തി എന്നാണ് ഉദ്ദേശിച്ചത്. സ്ത്രീകൾക്ക് ആകർഷകമായി തോന്നുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ ഈ ആംഗ്യങ്ങൾ കൂടുതലായി ചെയ്യാൻ പ്രവണതയുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണം, ഒരു ചായക്കടയിലോ ഓഫീസ് മീറ്റിംഗിലോ അവൾ തന്റെ മുടിയിലൂടെ വിരലുകൾ ഓടിക്കുകയോ അഥവാ അവളുടെ മുടിയിൽ തലോടുകയോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദുപ്പട്ട ക്രമീകരിക്കുകയോ ചെയ്യാം. മൂന്നാമത്തെ അടയാളം, സംഭാഷണത്തിലേക്ക് ചായുക. നിങ്ങളോട് താൽപ്പര്യമുള്ളൊരു സ്ത്രീ പലപ്പോഴും താൻ ആഗ്രഹിക്കുന്ന പുരുഷനും തമ്മിലുള്ള ശാരീരിക അകലം കുറയ്ക്കുന്നു. ചിലപ്പോൾ അയാളുടെ അടുത്തേക്ക് മുന്നോട്ട് ചാഞ്ഞിരിക്കുകയോ സംഭാഷണ സമയത്ത് തല അടുത്തേക്ക് ചരിക്കുകയോ ചെയ്യുമെന്ന് വാത്സ്യായനൻ എഴുതി. ശരീരഭാഷാ ശാസ്ത്രത്തിൽ ഇതിനെ പ്രോക്സിമിക്സ് എന്ന് വിളിക്കുന്നു.
ആശയവിനിമയത്തിൽ നമ്മൾ ഇടം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ്. ആളുകൾ അവർ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ചായുകയും അവർ ഇഷ്ടപ്പെടാത്തവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് ക്രമീകരണങ്ങളിൽ പോലും ആരെങ്കിലും സ്ഥിരമായി അവരുടെ ശരീരം ഒരു വ്യക്തിയിലേക്ക് തിരിക്കുമ്പോൾ ആകർഷണം കാണാൻ കഴിയും. ഉദാഹരണം, ഒരു കുടുംബത്തിന്റെ ഒത്തുചേരലിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒത്തുചേരുമ്പോൾ, അങ്ങനെ ഒത്തുചേർന്ന് സംസാരിക്കുമ്പോൾ അവൾ നിങ്ങളുടെ അടുത്തേക്ക് കസേര വയ്ക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ദിശയിലേക്ക് കാലുകൾ തിരിച്ചിരിക്കുന്നതോ നിങ്ങളെ അഭിമുഖമായി ഇരിക്കുന്നതോ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതോ കാണാം. ഇത് ഉപബോധ മനസ്സിന്റെ വിന്യാസമാണെന്ന് വാട്സ്യാനൻ പറയുന്നു. 4ാമത്തെ അടയാളം, രഹസ്യത്തോടുകൂടിയ പുഞ്ചിരി. വാട്സ്യാനന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അടയാളങ്ങളിലൊന്നാണ് മറഞ്ഞിരിക്കുന്ന പുഞ്ചിരി. ഒരാളെ നോക്കുമ്പോൾ വ്യക്തമായ കാരണമില്ലാതെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പുഞ്ചിരി. ഇത് മൃദുവും മന്ദഗതിയിലുള്ളതും പലപ്പോഴും ചെറുതായി താഴ്ത്തിയ കൺപീളവുകളോടൊപ്പവുമാണ്. ഡൂച്ചൻ പുഞ്ചിരി എന്ന ആശയത്തിലൂടെ ആധുനിക മനഃശാസ്ത്രം ഇതിനെ പിന്തുണയ്ക്കുന്നു. വാഴയുടെയും കണ്ണിന്റെയും പേശികളെ ഉൾക്കൊള്ളുന്ന ഒരു യഥാർത്ഥ പുഞ്ചിരി പലപ്പോഴും യഥാർത്ഥ സന്തോഷവുമായോ ആകർഷണവുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രോത്സവത്തിലോ ഒരു സാധാരണ സംഭാഷണത്തിനിടയിലോ, അതായത് ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ ഒരു നോർമലായിട്ടിങ്ങനെ സംസാരിക്കുന്ന സമയത്തോ മറ്റുള്ളവർ ചിരിക്കുന്നില്ലെങ്കിൽ പോലും അവൾ നിങ്ങളുടെ ഏറ്റവും ലളിതമായ തമാശകളിലും ചിരിക്കും. അത് വെറുതെ ഒരു മര്യാദയുടെ പുറത്താവില്ല, മറിച്ച് അത് വ്യക്തിപരമായിരിക്കാം. പക്ഷെ ആ കൂട്ടത്തിൽ അവൾ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നിങ്ങൾ പറയുന്നതിനെ കാതോർക്കുന്നതും വ്യത്യസ്തമായി ശ്രദ്ധിക്കാം. 5ാമത്തെ അടയാളം, സൂക്ഷ്മസ്പർശം. വാട്സ്യാനന്റെ കാലത്ത് പരസ്യമായി സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നത് അപൂർവമായിരുന്നു. അതിനാൽ ഏറ്റവും ലഘുവായ ആകസ്മിക സ്പർശനം പോലും ആഴത്തിലുള്ള താൽപ്പര്യത്തെ സൂചിപ്പിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്തെങ്കിലും കൈമാറുമ്പോൾ നിങ്ങളുടെ കൈയിലൊരു കൈ തടവുക, ഹസ്തദാനത്തിനിടെ വിരലുകൾ സ്പർശിക്കുക, അല്ലെങ്കിൽ തോളിലൊരു മൃദുമായ സ്പർശനം, ഇതൊക്കെ അടുപ്പത്തിന്റെ സൂചനകൾ നൽകുന്നു. ഇന്നത്തെ ശാസ്ത്രം ഇതിനെ സോഷ്യൽ ടച്ച് അഥവാ സാമൂഹിക സ്പർശം എന്ന് വിളിക്കുന്നു. ഗവേഷണങ്ങൾ കാണിക്കുന്നത് മറ്റേയാൾ സ്വീകാര്യനാണെങ്കിൽ അടുപ്പത്തിന്റെയും വിശ്വാസത്തിന്റെയും വികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിയുമെന്നാണ്. ഉദാഹരണം, ഒരു കുടുംബസംഗമത്തിൽ അവൾ നിങ്ങൾക്കൊരു പ്ലേറ്റ് നൽകുന്നു. അവളുടെ വിരലുകൾ ആവശ്യത്തിലധികമൊരു നിമിഷം നിങ്ങളുടെ വിരലുകളിൽ തങ്ങി നിൽക്കുന്നു. അതൊരു നിശബ്ദ സന്ദേശമാണ്. അത് അവഗണിക്കരുതെന്ന് വാത്സ്യായനൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഓർക്കുക, ആകർഷണ സൂചകങ്ങൾ ഒരിക്കലും 100% ഉറപ്പില്ല. ഒരു പുഞ്ചിരി ദയയാകാം, സാംസ്കാരിക ശീലമാകാം. അതുകൊണ്ടാണ് വാത്സ്യായനും ആധുനിക മനഃശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നത്, ഒന്നല്ല അടയാളങ്ങളുടെ കൂട്ടങ്ങൾക്കായി നോക്കുക. 1-2 തവണ ഒരുമിച്ച് സംഭവിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആകർഷണം യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട്. ഈ അടയാളങ്ങളുടെ മാന്ത്രികത അവ നൂറ്റാണ്ടുകളായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നതാണ്. പുരാതന ഇന്ത്യയായാലും ആധുനിക കേരളമായാലും മനുഷ്യവികാരങ്ങൾ എല്ലായ്പ്പോഴും വാക്കുകളില്ലാതെ സംസാരിക്കാനുള്ള വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. വാത്സ്യായനന്റെ പുരാതന ജ്ഞാനത്തെ ഇന്നത്തെ ശാസ്ത്രവുമായി സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സിഗ്നലുകളെ ബഹുമാനത്തോടെയും അവബോധത്തോടെയും വ്യക്തതയോടെയും മനസ്സിലാക്കാൻ കഴിയും.